അടുത്തത് ധർമ്മം ചര, ധർമ്മത്തിലൂടെ ചരിക്കണം, ധർമ്മം പാലിക്കണം. എന്താണ് ധർമ്മം? ധാരയതി ഇതി ധർമ്മ, ഇങ്ങനെ പറയാം. ധർമ്മത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു, എന്താണോ നിലനിർത്തുന്നത് അതാണ് ധർമ്മം എന്നുള്ളത്. അതാണ് ധർമ്മത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ധർമ്മമായിട്ട് ഈ വ്യക്തിക്ക് ചെയ്യാനുള്ളത് അയാൾക്ക് വന്നു ചേർന്നിരിക്കുന്ന കടമകളാണ്. കടമകളെയെല്ലാം ധാർമ്മികമായിട്ട് നിറവേറ്റണം. എന്തൊക്കെയാണ് കടമയുണ്ടാവുക? ആ വ്യക്തിക്ക് പുത്രധർമ്മം, പുത്രനായിരിക്കാം, അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ടോ അല്ലെ മകളായിട്ടൊക്കെ അല്ലേ അപ്പം ധർമ്മം. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടിയും മക്കളൊക്കെ ആകുമ്പോൾ പിതാവിൻ്റെ ധർമ്മം ഉണ്ടാവും, പിതൃധർമ്മം. സ്ത്രീകളാണെങ്കിൽ മാതൃധർമ്മം, സഹോദരധർമ്മം, പിന്നെ അധികാരമൊക്കെ ഉണ്ട് രാജധർമ്മം. ഇങ്ങനെ ധാരാളം ധർമ്മങ്ങളുണ്ട്. ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് ഇപ്പം നമ്മൾ രാമായണം വായിക്കുകയാണെങ്കിൽ രാമായണത്തിൽ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് ശ്രീരാമനെയാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ മൂർത്തി ആണ് ശ്രീരാമൻ. അപ്പോൾ സാധാരണ രാമായണം വായിക്കുന്നവർക്ക് പറ്റുന്നൊരു ഇതെന്താന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ കഥ ഒരു ഹിസ്റ്ററി പോലെ വായിച്ചു പോകും. ശ്രീരാമൻ അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ ശരിക്കും രാമായണം മനസ്സിലാക്കേണ്ടത് ശ്രീരാമനെ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഓരോ സാഹചര്യത്തിലും ശ്രീരാമൻ എന്താണ് ചെയ്തത്, ആ സാഹചര്യത്തിലെ ധർമ്മം എന്തായിരുന്നോ അതാണ് ശ്രീരാമൻ. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മളവിടെ ഭർത്താവിൻ്റെ ധർമ്മം, ഭർത്തൃധർമ്മം കാണും, സഹോദരധർമ്മം കാണും. ഈവൻ ശത്രുവിനോട് ഇടപെടുന്നത് പോലും സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, അവിടെ ആ പ്രത്യേക സാഹചര്യത്തിൽ അതാണ് ധർമ്മം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് അപ്പോഴേ മറുപടി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ശൂർപ്പണഖ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടായിരുന്നോ, ശൂർപ്പണഖയെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ പാടുണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ ഇതാണ് ഉത്തരം. അതാണ് ധർമ്മം. സീതയെ അഗ്നിയിൽ അഗ്നിപരീക്ഷയ്ക്ക് വിധേയാക്കാൻ പാടുണ്ടോ, ആ സിറ്റുവേഷനിൽ അതാണ് ധർമ്മം, അതാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ എന്നുള്ള വ്യക്തിയല്ല അവിടെ. ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ധർമ്മം ചര എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിലും നമ്മൾക്ക് വന്നു ചേർന്നിരിക്കുന്ന നിത്യ നൈമിത്തിക കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തം, അവനവനോടുള്ള ഉത്തരവാദിത്തം, സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം, പ്രപഞ്ചത്തിനോടുള്ള ഉത്തരവാദിത്തം, ഇതൊന്നും മാറാൻ പാടില്ല. അതൊക്കെ ധാർമ്മികമായി തന്നെ ചെയ്തു തീർക്കണം. ധാർമ്മികമായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അറിവിൻ്റെ വെളിച്ചത്തിൽ ചെയ്യുക, സ്വാർത്ഥതയില്ലാതെ ചെയ്യുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, അവനവനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിൽ ചെയ്യുക. അതൊക്കെ ധർമ്മമായി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, സത്യം വദ ധർമ്മം ചര, അറിവിനെ പ്രവൃത്തിയിലേക്ക് മാറ്റണം. പഠിച്ചു വന്നത് അവിടെ ഇട്ടിട്ട് പോരരുത്. ഇപ്പോഴൊക്കെ അങ്ങനെയല്ലേ പൊതുവേ. നമ്മളിപ്പം എത്ര ആൾക്കാർ ഓർമ്മിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിച്ചോ കോളേജിൽ പഠിച്ചോ ഒന്നും ഓർമ്മിക്കില്ല. നമ്മൾ ഇപ്പോഴത്തേക്ക് എന്താ വേണ്ട അതുമാത്രം ഓർമ്മിച്ച് വെക്കാറുള്ളൂ. പക്ഷേ ഈ ആധ്യാത്മികമായ ഒരു ശാസ്ത്രം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ തത്വം, പ്രപഞ്ച തത്വങ്ങൾ എപ്പോഴും നിലനിൽക്കുന്ന തത്വങ്ങളാണ്. അത് ഓർമ്മിച്ച് അതിനനുസരിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോഴേ പ്രപഞ്ചം തന്നെ നിലനിൽക്കുള്ളൂ. ഇന്നിപ്പം ഈ ഉപഭോഗ സംസ്കാരം വന്നതിന് ശേഷം പ്രകൃതിയെ ചൂഷണം ചെയ്യാം അല്ല. കാശുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കാശുണ്ടാക്കണം. കൂടുതൽ കാശുണ്ടാക്കാൻ എന്ത് വേണം? കൂടുതൽ ഉൽപ്പന്നങ്ങൾ വേണം. കൂടുതൽ ഉൽപ്പന്നം എന്തുണ്ടാവണം? റോ മെറ്റീരിയൽ കിട്ടണം. റോ മെറ്റീരിയൽ ഇവിടുന്ന് കിട്ടും, പ്രകൃതിയിൽ നിന്ന് കിട്ടും. അപ്പം അളവറ്റ ധനം ഉണ്ടാക്കാൻ വേണ്ടി പ്രകൃതിയെ കണ്ടമാനം ചൂഷണം ചെയ്യാം. ധർമ്മം നശിച്ചു. ധർമ്മം നശിക്കുമ്പോൾ എന്തുണ്ടാവും? പ്രകൃതി തിരിച്ചടിക്കും. ഇതൊക്കെ മനുഷ്യൻ്റെ കർമ്മങ്ങളെ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ ഒരു ആധ്യാത്മികമായിട്ട് ശാസ്ത്രം പഠിച്ച ഒരാളാണെങ്കിൽ ആവശ്യത്തിന് മാത്രമേ പ്രകൃതിയിൽ നിന്ന് എടുക്കുള്ളൂ. പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് അവർ ജീവിക്കുകയുള്ളൂ. ഒരു ഇല പോലും എക്സ്ട്രാ അവരെടുക്കില്ല എന്നുള്ളതാണ്. അതാണ് അറിവിനെ പ്രവൃത്തിയിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ. എപ്പോഴും നോക്കിയാൽ നമ്മൾ ചൂഷണം എപ്പോഴും ഉണ്ടാകും. അവനവൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ഭയമുണ്ടാകുമ്പോഴേ ചൂഷണം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ കാപട്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മാനസികമായിട്ടൊരു ധൈര്യം, ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, ഇതാണ് ശരി എന്ന് ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ
ഈ കാപട്യവും ചൂഷണമൊന്നും ഉണ്ടാവില്ല. അപ്പം അറിവിൻ്റെ പോരായി, ഇല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ പോരായി, ഇതൊക്കെയാണ് ഈ കാപട്യം ചൂഷണത്തിന് കാരണം. ഇതിപ്പോൾ ഈ വിദ്യാർത്ഥി ആശ്രമത്തിൽ നിന്ന് പഠിച്ചിറങ്ങുകയാണ്, അവനതിൻ്റെ ആവശ്യമില്ല. അപ്പം ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ അറിവ് പ്രവൃത്തിയിലേക്ക് മാറണം, അത് ധർമ്മമായിട്ട് വരണം, ധാർമ്മികമായിട്ട് ജീവിക്കാവൂ എന്ന് പറയുന്നു. കാരണം സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പല വിധത്തിലുള്ള ആൾക്കാരാണ് വരിക, പല വിധത്തിലുള്ള പ്രലോഭനങ്ങളാണ് വരിക. അവിടെ നമ്മൾ സ്റ്റേണായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ട് ജീവിതം തന്നെ നശിച്ചു പോകും, വിഷയങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ അങ്ങനെ ഒരു ശ്ലോകം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ എങ്ങനെ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെ ഒരു വസ്തുവിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്തു പോകുന്നത്. എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഇതൊക്കെ ഇവിടെ നമ്മൾ ഓർമ്മിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു അനന്തരഫലം എന്തായിരിക്കും, ഇത് ശരിയാണോ തെറ്റാണോ, എനിക്ക് എവിടെയെല്ലാം തിരുത്തലുകൾ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ നമ്മളുടെ തീരുമാനം തെറ്റിപ്പോയിട്ടുണ്ടാവും, പക്ഷേ ആ തീരുമാനം മാറ്റാം. തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീരുമാനം മാറ്റാം. അങ്ങനെ തീരുമാനം മാറ്റാതെ ഉറച്ചു നിന്നു പോയതിൻ്റെ പല ഫലങ്ങളും നമ്മൾ പുരാണങ്ങളിൽ നിന്ന് കിട്ടും. ദശരഥൻ്റെ ശപഥം വന്നു പോയത്, ഭീഷ്മരുടെ ശപഥം, കർണൻ്റെ ശപഥം, ഇതൊക്കെ നമുക്ക് തരുന്ന പാഠങ്ങളാണ്. ആവശ്യമായ സമയത്ത് ആവശ്യമായ തിരുത്തലുകൾ ചെയ്യണം എന്നുള്ളത്. ഇല്ലെങ്കിൽ സമൂഹത്തിന് നാശമാണ്, ധർമ്മത്തിന് നാശമാണ്. പിടിവാശി അത് പാടില്ല. ഇതൊക്കെയാണ് ഈ ധർമ്മം ചര എന്നതെന്ന് നോക്കാറുള്ളത്. നമ്മൾ ഏതെല്ലാം വിധത്തിലാണ് ഈ ധർമ്മങ്ങൾ എന്നുള്ളത് ഓർമ്മിക്കുക. ഓരോ മനുഷ്യനും, എനിക്കൊരു ധർമ്മമില്ല പറയാൻ പറ്റില്ല, ഓരോ മനുഷ്യനും അവൻ്റെ കുടുംബത്തിനോട് സമൂഹത്തിനോടൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പം ആധ്യാത്മികമായൊരു പഠനം ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്, അതാണ് ആദ്യത്തെ കാര്യം. ഇപ്പോൾ പലരും എന്താ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലും ആശ്രമത്തിലും പോയിരിക്കും രക്ഷപ്പെടാൻ. അത് തെറ്റാണ്. അതാരാ പറയുന്ന തെറ്റ്? ഈ വേദാന്തം പഠിച്ച വിദ്യാർത്ഥികളോട് ഋഷിമാർ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ വേദാന്തം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളതല്ല, ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ളതാണ്. ഇത് നമ്മൾ ഓർമ്മിക്കാനുണ്ട്. ഹിന്ദു ഒരിക്കലും ഒളിച്ചോട്ടം ഇല്ല. ഹിന്ദുവിന് സനാതനധർമ്മത്തിൽ അതില്ല എന്നുള്ളതാണ്. ഭയമില്ല. നമുക്ക് ഒളിച്ചോട്ടം എപ്പോഴും ഭയത്തുന്നുണ്ടാവുക. ഭയമില്ലാത്തവരാണ്. ഭയമില്ലാതിരിക്കാൻ എന്ത് വേണം? അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഭയമില്ലാതിരിക്കുള്ളൂ.